ഹലോ മക്കളെ, പ്ലസ് ടു മാത്സിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആൻഡ് പ്രോബിലിറ്റി. വളരെ സുഖമായിട്ട് നമുക്ക് ബോർഡ് എക്സാമിൽ 7 മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുന്ന ചാപ്റ്റർ ആൻഡ് പ്രോബിലിറ്റി. 7 മാർക്ക്, ഒന്നും രണ്ടുമല്ല, ബോർഡ് എക്സാമിന് 7 മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്റർ ആൻഡ് പ്രോബിലിറ്റി. 7 മാർക്കിൽ നമുക്ക് മാർക്ക് വൈസ് സ്പ്ലിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു 4 മാർക്ക് ഉണ്ടാകും. 3 മാർക്കിൻ്റെ ചോദ്യം പൊതുവെ ചോദിക്കാറ് ഒന്നെങ്കിൽ കണ്ടീഷണൽ പ്രോബിലിറ്റി അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ്. ആൻഡ് 4 മാർക്ക് 100% ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും ഏത് ഭാഗമാണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ബേസ് തിയറം. ഓക്കെ, ബേസ് തിയറം എന്ന് പറഞ്ഞ ഭാഗത്താണ് ബോർഡ് എക്സാമിന് നിരന്തരമായിട്ട് പ്രോബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് എക്സാം ചോദിക്കാം. ഈ കാണുന്ന ഒറ്റ വീട് കണ്ടു കഴിഞ്ഞാൽ ബേസ് തിയറത്തിൻ്റെ മുഴുവൻ ചോദ്യം എക്സാമിൻ്റെ ഒന്ന് ആൻസർ സാധിക്കും. ബേസ് തിയറം എന്ത് വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ കാണുന്ന ഒറ്റ വീട് കണ്ടു കഴിഞ്ഞാൽ. ഈ കാണുന്ന വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യം മാത്രമായിരിക്കും എക്സാം ചോദിക്കുള്ളൂ, വേറെ ഒന്നും തന്നെ എക്സാമിന് ചോദിക്കില്ല. 100% ഉറപ്പ് പറയുന്നു. ഈ വീഡിയോ മൊത്തമായിട്ട് നിങ്ങൾ കാണും. വളരെ സുഖമായിട്ട് ബേസ് തിയറം എന്ന് പറഞ്ഞ ഭാഗത്തിലെ എല്ലാ ചോദ്യവും പഠിക്കൂ, എക്സാമിന് 4 മാർക്ക് ഉറപ്പിക്കൂ. നേരെ തന്നെ പോകുന്നു വീഡിയോയിലേക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ബേസ് തിയറം? മക്കളെ, E1, E2, E3, etc. En ബി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഇവൻറ്റ്സ്. അങ്ങനെയാണെങ്കിൽ P of EI given E. നമുക്ക് ഒരുപാട് ഇവൻറ്റ്സ് ഉണ്ട്, E1, E2, E3, etc. En. അതിൻ്റെ ഇടയിലൊരു ഇവൻ്റാണ് EI കേട്ടോ. അങ്ങനെയാണെങ്കിൽ P of EI given E എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട്, എല്ലാവരും നോക്കാം, എഴുതുന്നത് ഇങ്ങനെയാണ്. ഈ കാണുന്ന EI given E എന്ന് പറയുമ്പോൾ അവനെ നേരെ തിരിച്ചിടുക, നേരെ തിരിക്കുക. അങ്ങനെ P of E given EI കിട്ടിയോ? അതായത് I given E ആണെങ്കിൽ അവനെ തിരിച്ച് എന്ത് കിട്ടും? E given EI എന്ന് കിട്ടും. കിട്ടി. ഇൻറ്റു P of, ഇവിടെ എന്താ EI ആണ്, അത് എഴുതി ഇൻറ്റു P of EI ഡിവൈഡഡ് ബൈ താഴത്ത് എല്ലാത്തിൻ്റെയും സം എടുക്കുക. അതായത് ഇങ്ങനെ നമുക്ക് എന്താണ്, E1 ഉണ്ട്, E2 ഉണ്ട്, E3 ഉണ്ട്, E4 ഉണ്ട്, EI ഉണ്ട്, EN ഉണ്ട്, അങ്ങനെ എല്ലാവരുടെയും സമ്മാണ് നമുക്ക് എന്ത് താഴത്ത് വേണം. അത്തരത്തിൽ P of, മക്കളെ ആദ്യം എഴുതി E given E1, കണ്ടോ, E1 എഴുതി ഇൻറ്റു P of E1. അങ്ങനെ E1 പീരീഡ് കഴിഞ്ഞു. അടുത്ത E2ലേക്ക് വരുന്നു. P of E given E2 ഇൻറ്റു P of E2. അങ്ങനെ E1 E2 മാത്രം പോരാ, E3 ഉണ്ട്, E4 ഉണ്ട്, E5 ഉണ്ട്, EI ഉണ്ട്, അങ്ങനെ എല്ലാവരും എഴുതി. അവസാനം എന്താ മക്കളെ, ലാസ്റ്റ് വന്നു EN എന്ന് പറഞ്ഞ ഇവൻറ്റ്. ഞാൻ കുറച്ച് ഇടത്തോട്ട് നീക്കുന്നു കേട്ടോ. EN, അതായത് ഇറ്റ് സെയിം ആസ് P of E given EN ഇൻറ്റു P of EN. കേട്ടോ, എല്ലാവരെയും എഴുതി. ഇതാണ് ബേസിക്കലി ബേസ് തിയറം എന്ന് പറയുന്നത്. വളരെ സുഖമായിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ചോദ്യങ്ങൾ. ഈ കാണുന്ന ഫോർമുല എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. പക്ഷേ ഫോർമുല പോലെയല്ല നമുക്ക് പ്രോബ്ലം ചെയ്യൽ. പ്രോബ്ലം വളരെ ഈസിയാണ്. ഇവിടെ എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമുണ്ട്. എന്താണ് EI? എന്താണ് EI? അതായത് ഇവിടെ E1 ഉണ്ട്, E2 ഉണ്ട്, E3 ഉണ്ട്. നമുക്കിത് ആരൊക്കെയാണ് E1, E2, E3? എന്താണ് E? ആരാണ് E? ഇതാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ. ഞാൻ പറയുന്ന ഒരു ചെറിയ കാര്യം മാത്രം നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ വളരെ സുഖമായിട്ട് ആരാണ് E1 എന്നും ആരാണ് E2 എന്നും ആരാണ് E എന്നും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതിന് വേണ്ടി നേരെ തന്നെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഒരു ചോദ്യം ഉണ്ടോ നിങ്ങളുടെ മനസ്സിൽ? എങ്ങനെയാണ് ബേസ് തിയറം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക? മക്കളെ, ഒരു ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം. ഞാൻ എക്കാലവും പറയാനുള്ള ചെറിയ ട്രിക്കാണ്. അതായത് ചോദ്യം വലുതാണെങ്കിൽ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, അത് ബേസ് തിയറം ആയിരിക്കും. നിങ്ങളുടെ എക്സാമിന് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണുന്ന ഒരു ചോദ്യമുണ്ട്, ആ കാണുന്ന ക്വസ്റ്റ്യൻ വലുതാണെങ്കിൽ 100% ഉറപ്പിച്ചുള്ള ബേസ് തിയറമാണ്. ഇൻ കേസ് ക്വസ്റ്റ്യൻ ചെറുതാണ്, അത് ബേസ് തിയറമല്ല. ബേസ് തിയറത്തിൻ്റെ ചെറിയ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഇവൻ മാത്രമാണ് നമുക്ക് എന്ത് ബേസ് തിയറത്തിലെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ ബേസ് തിയറത്തിൽ നിന്നാണ് വളരെ വളരെ വലിയ ചോദ്യങ്ങളാണ് നമുക്ക് എന്ത് കാണാൻ വേണ്ടി സാധിക്കുക. സോ ഇതാണ് ബേസ് തിയറത്തിലെ ചോദ്യങ്ങൾ. നമ്മൾ നേരെ തന്നെ പോകുന്ന മക്കളെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, bag 1 contains 3 red, 4 black, while another bag 2 contains 5 red and 6 black. One of the ball is drawn at random from one of the bags and it is found to be red. Find the probability that it is drawn from bag 2. Question വലുതാണ്, പെടല്ല, എളുപ്പമായി. എന്താ, അത് ബേസ് തിയറം ആണ്. ഇതിനകത്ത് സെക്കൻഡ് ലാസ്റ്റ് സെൻറ്റൻസ് എല്ലാവരും വായിക്കാം. സെക്കൻഡ് ലാസ്റ്റ് സെൻറ്റൻസ് എന്താണോ സെക്കൻഡ് ലാസ്റ്റ് സെൻറ്റൻസ് അതാണ് നമ്മുടെ E. കിട്ടിയോ? ആരാണോ സെക്കൻഡ് ലാസ്റ്റ് സെൻറ്റൻസ് അതാണ് E. ഇവിടുത്തെ E ഉണ്ടല്ലോ, ആദ്യത്തെ E എന്താ കേട്ടോ. അപ്പോൾ എന്താ സെക്കൻഡ് ലാസ്റ്റ് സെൻറ്റൻസ് നോക്കുന്നു. 1 ball is drawn at random and it is found to be red. ഒരു ബോൾ എടുത്തു, ബാഗിലുണ്ട്, 2 ബാഗ് ഉണ്ട്, ഞാൻ കണ്ണും പൂട്ടി ഒരു ബോൾ എടുത്തു, ആ കാണുന്ന ബോൾ നോക്കുമ്പോൾ അത് റെഡ് ആണെന്ന് മനസ്സിലായി. റെഡ്. അപ്പോൾ എന്താ,
ഈ മക്കളെ ഡ്രോൺ ബോൾ ഇസ് റെഡ്. ഞാൻ എടുത്ത ബോൾ എന്നാണ് റെഡ് കേട്ടോ. ഡ്രോൺ ബോൾ ഈസ് റെഡ്. ആൻഡ് E1ഉം E2 ഒക്കെ ഉണ്ട്. E1ഉം E2ഉം E3 ഒക്കെ ഉണ്ടോ നോക്കാം. ആർക്കും നോക്കാം. E1 E2ന് വേണ്ടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ്. ലാസ്റ്റ് സെൻറ്റൻസ് വായിക്കാം. അവസാന സെൻറ്റൻസ് എന്താ അത് വായിക്കാം. ആ ലാസ്റ്റ് സെൻറ്റൻസ് ഫൈൻഡ് പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ഡ്രോൺ ഫ്രം ബാഗ് 2. ബാഗ് 2ൽ നിന്ന് ബോൾ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ബാഗ് 2 രണ്ടാമത്തെ ബാഗ്. മനസ്സിലായി ഇവിടുത്തെ എത്ര ബാഗ് ഉണ്ട്? 2 ബാഗ് ഉണ്ട്. അപ്പോൾ E1 എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചു വെക്കല ബാഗ് 1, E2 ബാഗ് 2. മനസ്സിലാക്കാം. E3 ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ മൂന്നാമത്തെ ബാഗ് ഉണ്ടായിരുന്നു നമ്മൾ വിളിച്ചേ E3 ബാഗ് 3, E4 ബാഗ് 4, E5 ബാഗ് 5, അങ്ങനെ നീണ്ടു പോയനെ. അപ്പോൾ ഇവിടെ എത്ര പേരുണ്ട്? ബാഗ് 2 എന്ന് പറഞ്ഞു. ഞാൻ അറിയിച്ച എത്ര ബാഗ് ഉണ്ട്? 2 ബാഗ്. അതാണ് E1ഉം അതാണ് E2. ബസ്, സോ സിമ്പിൾ. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്. 2 ബാഗ് ഇവിടെ ഉണ്ട്. ഞാൻ കണ്ണടച്ചു തുടങ്ങാൻ. എന്നിട്ട് ഞാൻ ഒരു ബോൾ എടുത്തു. നോക്കി. നോക്കുമ്പോൾ മനസ്സിലായി അത് റെഡാ. അങ്ങനെയാണെങ്കിൽ ബാഗ് 2ൽ നിന്ന് ഞാൻ ഈ കാണുന്ന ബോൾ എടുക്കാനുള്ള ചാൻസ് എത്ര? പ്രോബിലിറ്റി എത്ര? ഇതാണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ മീനിങ്. അതായത് പ്രോബിലിറ്റി ഓഫ് കണ്ടുപിടിക്കാനുള്ളത് ബാഗ് 2ൽ നിന്ന് അതായത് E2ൽ നിന്ന് ഞാൻ എൻ്റെ ബോൾ എടുക്കണം. ഗിവൺ ദാറ്റ് ഞാൻ എടുത്ത ബോൾ എന്താ? എടുത്ത ബോൾ റെഡാണ്. അപ്പോൾ എടുത്ത ബോൾ റെഡാണെങ്കിൽ അത് ബാഗ് 2ൽ നിന്ന് ആകുവാനുള്ള പ്രോബിലിറ്റി എത്ര? അതാണ് മക്കളെ P of E2 given E. നമുക്കറിയാം ഫോർമുല. എന്താ ഫോർമുല? ദേ നേരെ തിരിച്ചെഴുതുക. P of E1 നേരെ തിരിച്ചു E given E2 ഇൻറ്റു താഴെ E2 ആണ്, അത് എഴുതി P of E2 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എല്ലാവരും എഴുതുക. ആരൊക്കെ? E1ഉം E2 ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം E1 ഉണ്ട്, ഞാൻ എഴുതി P of E given E1 ഇൻറ്റു P of E1 പ്ലസ് P of E given E2 ഇൻറ്റു P of E2. E1ഉം E2 മാത്രമേ ഉള്ളൂ, ഞാൻ ഇത്ര എഴുതിയുള്ളൂ. ഇനി E3 ഉണ്ടായിരുന്നെങ്കിൽ പ്ലസ് P of E given E3 ഇൻറ്റു P of E3. E4 ഉണ്ടായിരുന്നെങ്കിൽ പ്ലസ് P of E given E4 ഇൻറ്റു P of E4. അങ്ങനെ എഴുതിയാൽ അപ്പോൾ ഇത്ര മാത്രമേ നമുക്ക് നല്ലോണം ആവശ്യമുള്ളൂ. ഓക്കെ എല്ലാവരും? P of E given E2 ആണ്, P of E given E1 കാണണം, എല്ലാവരും കാണണം കേട്ടോ. ആദ്യം നോക്കുന്നു P of E1ഉം P of E2. മക്കളെ എന്താണ് P of E1? ബാഗ് 1 എടുക്കാനുള്ള ചാൻസ് നിങ്ങൾ ആലോചിക്കട്ടെ. 2 ബാഗ് ഉണ്ട്. 2 ബാഗിലെ ബാഗ് 1 എടുക്കണം. എത്രയാണ് അതിൻ്റെ പ്രോബിലിറ്റി വരാം? അതായത് നോക്കിയേ, ഇവിടെ ബാഗ് 1 ഉണ്ട്, ബാഗ് 2 ഉണ്ട്. പണ്ട് പഠിച്ച ഫോർമുല നമ്പർ ഓഫ് ഫേവറബിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. പ്രോബിലിറ്റി ഓഫ് E1 മീൻസ് ബാഗ് 1. ഇവിടെ എത്ര ബാഗ് 1 ഉണ്ട്? ഒരു ബാഗ് 1 ഉള്ളൂ, 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബാഗ്സ്. എത്ര ബാഗ്സ് ഉണ്ട്? ഇത് നോക്കിയാൽ 1 + 1 2 ബാഗ്സ് ഉണ്ട് മക്കളെ. 1/2 ആണ് നമുക്ക് എന്ത് P of E1. ഓക്കെ, ഇനി നിങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടി തൽക്കാലത്ത് ഒരു എക്സാമ്പിൾ പറയുന്നത്, അത് 3 ബാഗ് ഉണ്ടായിരുന്നതായിരിക്കും. 3 ബാഗ് ഉണ്ടായിരുന്നെങ്കിൽ ഇനി പറഞ്ഞേ P of E1, അതായത് ഫസ്റ്റ് ബാഗ് ചൂസ് ചെയ്യാനുള്ള ചാൻസ് എത്രയായിരിക്കും? 1 എന്ന് പറഞ്ഞ ബാഗ് 1 ഉള്ളൂ, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബാഗ്സ്. എത്ര ബാഗ് ഉണ്ട്? 1 മൊത്തം 3 ബാഗ്സ് ഉണ്ട്. 1/3 മാറിയാണ്. അപ്പോൾ 3 ബാഗ് ഉണ്ടായിരുന്നെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ ബാഗ് വിൽ ബി 1/3. ആൻഡ് ഇപ്പോൾ 2 ബാഗേ ഉള്ളൂ. 2 ബാഗ് ഉള്ളപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് ദീസ് 2 ബാഗ്സ് ഇറ്റ് ഈസ് 1/2. കിട്ടി. അപ്പോൾ ഇത്ര മാത്രമാണ് നമുക്ക് എന്ത് ഈ കാണുന്ന P of E1. ആൻഡ് ഇത് തന്നെയായിരിക്കും നമുക്ക് എന്ത് P of E2. മാറ്റില്ല. എന്താ? നമ്പർ ഓഫ് ഫേവറബിൾ 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ 1 + 1 is 2. 1/2 നമുക്ക് എന്ത് P of E2 എന്ന് പറഞ്ഞാൽ. സോ P of E1ഉം P of E2ഉം 1/2 ആണ്. മനസ്സിലായി? ഈ അടുത്ത ആൾ കണ്ടുപിടിക്കണം P of മക്കളെ E given E1. നമുക്കെന്താ? ഇതാണ് കണ്ടുപിടിക്കേണ്ട E given E1ഉം E given E2. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കൃത്യമായിട്ടുണ്ടല്ലോ സെൻറ്റൻസ് രൂപത്തിൽ എഴുതി വയ്ക്കാം. അതായത് P of E given E1 which means P of E എന്ന് പറയുന്നത് നമ്മൾക്കറിയാം അതാരാ? അത് റെഡ് ബോൾ ആണ്. റെഡ് ബോൾ given that E1 എന്താ? ബാഗ് 1. ഇതിൻ്റെ മീനിങ് എന്താ മക്കളെ? given ബാഗ് 1 ബാഗ് മേലെയോ റെഡ് ബോൾ. അതായത്
ബാഗ് 1-ൽ നിന്ന് അത് ഗിവണുണ്ടോ, ഗിവനാണ്. ബാഗ് 1-ൽ നിന്ന് റെഡ് ബോൾ എടുക്കാനുള്ള പ്രോബബിലിറ്റി എത്ര, അതാണ് ചോദ്യം. മനസ്സിലായി എന്താണ്? ബാഗ് 1 ഉണ്ട്, ബാഗ് 1-ൽ നിന്ന് നമ്മൾ റെഡ് ബോൾ ഉണ്ട്, റെഡ് ബോൾ എടുക്കാനുള്ള ചാൻസ് എത്ര, പ്രോബിലിറ്റി എത്ര, ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ നോക്കാം, ബാഗ് 1 എടുക്കാതെ ബാഗ് 1-ൻ്റെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി മക്കളെ, ബാഗ് 1-ൽ നമുക്ക് എന്ത് നോക്കിയേ, 3 റെഡുമുണ്ട്, അതുപോലെ 4 ബ്ലാക്കുമുണ്ട്. 3 റെഡ് ആൻഡ് 4 ബ്ലാക്ക്. നോക്കിയേ, 3 റെഡുമുണ്ട്, 4 ബ്ലാക്കുമുണ്ട്. സോ നമുക്ക് പ്രോബിലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ മീൻസ് 3 റെഡുള്ള 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ, ഇറ്റ് ഈസ് 3 + 4 7. ബസ് 3/7. മുന്നോട്ട് പോകുന്നു. പി ഓഫ് ഇ ഗിവൺ ഇ2 എന്തായിരിക്കും? പ്രോബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ റെഡ് ബോൾ ആണ്, റെഡ് ബോൾ ഗിവൺ E2 നമുക്കറിയാം ബാഗ് 2 ആണ്. അപ്പോൾ സെക്കൻഡ് ബാഗിൽ നിന്ന് റെഡ് ബോൾ എടുക്കാനുള്ള ചാൻസ് എത്ര? ഗിവൺ ദാറ്റ് ബാഗ് 2, അതായത് ബാഗ് 2 ആണ് ഗിവൺ. ബാഗ് 2-ൽ നിന്ന് എനിക്ക് റെഡ് ബോൾ എടുക്കാനുള്ള ചാൻസ് എത്രയാണെന്നാണ് ചോദ്യം. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരെ പോയിട്ട് ബാഗ് 2 ഉണ്ടല്ലോ, ഞാൻ ബാഗ് 2 പരിശോധിച്ചു. ബാഗ് 2-ൽ 5 റെഡും 6 ബ്ലാക്കും ഉണ്ട്, 6 ബ്ലാക്ക്. അപ്പോൾ 5 റെഡും 6 ബ്ലാക്കും, അതാണ് ബാഗ് 2 കേട്ടോ. ബാഗ് 2 ഒന്നും 5 റെഡ് ഉണ്ട്, 6 ബ്ലാക്ക് ഉണ്ട്. 6 റെഡ് ആൻഡ് 5 ബ്ലാക്സ്, 5 റെഡ്സ് ആൻഡ് 6 ബ്ലാക്സ് അല്ലേ. 5 റെഡും 6 ബ്ലാക്കും, 5 റെഡ് 6 ബ്ലാക്ക്. അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ എത്ര റെഡ്സ് ഉണ്ട്? 5 റെഡ്സ് ഉണ്ട്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്, 5 + 6 ഇറ്റ്സ് 11. സോ 5/11 കഴിഞ്ഞു. ഇനി എല്ലാവരും ആയല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇങ്ങനെ പി ഓഫ് ഇ ഗിവൺ E2 അറിയാം 5/11 ഇൻറ്റു പി ഓഫ് E2 1/2 ഡിവൈഡഡ് ബൈ പി ഓഫ് ഇ ഗിവൺ E1 നമുക്കറിയാം അത് 3/7 ഇൻറ്റു പി ഓഫ് E1 നമുക്കറിയാം 1/2. ഇവിടെ പ്ലസ് ആണ്, പ്ലസ് ഇട്ടു. പി ഓഫ് ഇ ഗിവൺ E2 5/11 ഇൻറ്റു again 1/2. മക്കളെ എല്ലാത്തിലും 1/2 കോമൺ, ഞാൻ വെട്ടിക്കളഞ്ഞു. ബാക്കി എന്തുണ്ട്? 5/11 ഡിവൈഡഡ് ബൈ 3/7 + 5/11. എല്ലാവരും അവരുടെ കാൽക്കുലേറ്റേഴ്സിൽ അടിച്ചു നോക്കാം കേട്ടോ. 5/11 ഡിവൈഡഡ് ബൈ 3/7 ഇൻറ്റു 5/11 + 5/11. എന്താ ചെയ്യുക? സാധാരണ സിമ്പിൾ കാൽക്കുലേഷൻ ആണ്, അന്നാണ് ഞങ്ങൾക്ക് ചെയ്തു തരാം, പേടിക്കണ്ട. പക്ഷേ നിങ്ങളുടെ കാൽക്കുലേറ്റേഴ്സിൻ്റെ എല്ലാവരും ഒറ്റയ്ക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ താഴെ ക്രോസ് ചെയ്തു. 3 × 11 33, 7 × 5 35. സോ 5/11 ഡിവൈഡഡ് ബൈ 33 + 35 ഡിവൈഡഡ് ബൈ എന്താ മക്കളെ 7 × 11 ഇറ്റ് ഈസ് 77. ഓക്കെ, മനസ്സിലായി? 11 × 7 7 times. So 5/1 divided by 33 + 35, it is same as 68. 68/7. മക്കളെ ഈ താഴെയുള്ളവൻ മേലെ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം തല തിരിഞ്ഞാണ് പോവുക. അതായത് 5/11 ഇൻറ്റു 7/68, it is same as 35/68. ഇത്ര മാത്രമാണ് ചോദ്യം വരുന്നത്. എല്ലാവർക്കും വളരെ സുഖമായിട്ട് ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഉത്തരം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഓക്കെ അല്ലേ? കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മുടെ എക്സാം ഇരിക്കുന്ന 4 മാർക്കിൻ്റെ ബേസ് തിയറം. നമ്മൾ നേരെ പോകുന്ന മക്കളെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഇനി ഫോർമുല യാതൊരു മാറ്റമില്ല. ഇതാണ് നമ്മുടെ എക്കാലത്തെയും ഫോർമുല, ദി എവർഗ്രീൻ ഫോർമുല ഓഫ് പി ഓഫ് ഇ ഗിവൺ E1 ഓർ പി ഓഫ് E2 ഗിവൺ E ഓർ പി ഓഫ് E1 ഗിവൺ E. എന്തെന്നാലും ഫോർമുല ഇതാണ് കേട്ടോ. ഈ കാണുന്ന ഫോർമുല വെച്ച് മാത്രമാണ് നമുക്ക് എല്ലാ പ്രോബ്ലം ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ നെക്സ്റ്റ് വൺ. ബാഗിൻ്റെ സെയിം ക്വസ്റ്റ്യൻ, യാതൊരു മാറ്റവും. ഈ കാണുന്ന ബാഗിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യും. അതായത് സെയിം ബാഗ് ക്വസ്റ്റ്യൻ, യാതൊരു മാറ്റവുമില്ല, ഒരു മാറ്റവുമില്ലാത്ത ബാഗിൻ്റെ ചോദ്യം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിർബന്ധമായിട്ടും ഇവൻ്റെ ഉത്തരം ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യണം കേട്ടോ. മുന്നോട്ട് പോകുന്നു. നെക്സ്റ്റ് വൺ. ഇൻ എ ഫാക്ടറി which manufactures bolt machine A, machine B and machine C manufactures respectively 25%, 35% and 40% of bolts. അതായത്
3 മെഷീൻസ് ഉണ്ട്. ഒരു കമ്പനി ഉണ്ട് കേട്ടോ. ആ കാണുന്ന കമ്പനിയിൽ 3 മെഷീൻസ് ഉണ്ട്. ആ കാണുന്ന 3 മെഷീൻസ് ആണ് മൊത്തമായിട്ടുള്ള ബോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് മെഷീൻ എ പ്രൊഡ്യൂസസ് മൊത്തമായിട്ടുള്ളതിൻ്റെ 25% ബോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീൻ എ ആണ്. ആൻഡ് ബി പ്രൊഡ്യൂസ് ചെയ്യുന്ന മക്കളെ മൊത്തമായിട്ടുള്ളതിൻ്റെ 35% ബോൾട്ട് ബി ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സി. മെഷീൻ സി പ്രൊഡ്യൂസസ് എത്രയാ 40% ഓഫ് ബോൾട്ട്സ്. ഓക്കെ, ബാക്കിയുള്ള 40% എന്താണ്? അത് മെഷീൻ സി ആണ്. ഓഫ് ദെയർ ഔട്ട്പുട്ട്സ് ഔട്ട്പുട്ട് ഉണ്ട് 5%, 4% ആൻഡ് 2% റെസ്പെക്റ്റീവ്ലി ആർ ഡിഫക്റ്റീവ് ബോൾട്ട്സ്. അതായത് എന്ത് പ്രൊഡക്റ്റ് വന്നാലും ഡിഫക്റ്റ് ഉണ്ടാവും, ഉറപ്പാണ്. ഈ ലോകത്ത് എന്ത് പ്രൊഡക്റ്റ് വന്നാലും ഒരു മെഷീൻ എന്താണ് അത്രമേൽ ഗംഭീരമായിട്ട് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യില്ല. ചിലപ്പോൾ എന്താണ് ചില ഡിഫക്ട്സ് ഉള്ള പ്രൊഡക്റ്റുകളും ഒരു മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യാം. അതായത് മെഷീൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തമായിട്ടുള്ളതിൽ 5% നിങ്ങൾ മനസ്സിലാക്കുക അത് പൊട്ട. അതായത് മെഷീനെ 100 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ 100 ഔട്ട്പുട്ട് 100 ബോൾട്ടുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ 5 ബോൾട്ട് പൊട്ട. ആൻഡ് മെഷീൻ ബിയോ 4%. അതായത് മെഷീൻ ബി 100 എണ്ണം ഉണ്ടാക്കിയാൽ അതിൽ 4 എണ്ണം പൊട്ട, യൂസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് മെഷീൻ സിയോ മെഷീൻ സി ഉണ്ടാക്കുന്നതിൽ 2% മക്കളെ ഡിഫക്റ്റീവ് ബോൾട്ടായിട്ട് 2 ബോൾട്ട് 100 എണ്ണത്തിൽ 2 എണ്ണം പൊട്ട കേട്ടോ. ഇതാണ് ഉദ്ദേശിക്കുന്നത്. എ ബോൾട്ട് ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം ദി പ്രൊഡക്റ്റ് ആൻഡ് ഇറ്റ്സ് ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്. ഞാനൊരു ബോൾട്ട് എടുത്തു, കണ്ണടച്ചു. ഇവിടെ എന്താ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. എന്നെ കറക്കി വിട്ട് കണ്ണട ഞാൻ ബോൾട്ട് എടുത്തു. നോക്കിയപ്പോൾ ബോൾട്ട് ഡിഫക്റ്റീവാണ്, പൊട്ട ബോൾട്ടാ. അങ്ങനെയാണെങ്കിൽ ഇത് ബി പ്രൊഡ്യൂസ് ചെയ്ത ബോൾട്ടാകാനുള്ള ചാൻസ് എത്രയേ? ഇതാണ് ചോദ്യം കിട്ടി. നമ്മളെല്ലാവരും സെക്കൻഡ് ലാ സെനൻസ്, ചോദ്യം വലുതാണ്, ബേസ് തിയറമാണ്. സെക്കൻഡ് ലാ സെനൻസ് വായിച്ചു. സെക്കൻഡ് ലാ സെനൻസ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി മക്കളെ. ബോൾട്ട് ഇസ് ഡ്രോൺ ആൻഡ് ഇറ്റ്സ് ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്. ഡിഫക്റ്റീവ് ബോൾട്ട്, അതായത് ഈ എന്താ ഡിഫക്റ്റീവ് ബോൾട്ടാണ് മനസ്സിലായി. സെക്കൻഡ് ലാ സെനൻസ് വായിച്ചു, അതിൽ നിന്ന് മനസ്സിലായി ആരാണ് ഈ ഡിഫക്റ്റീവ് ബോൾട്ട്. E1 E2 വേണം നോക്കി. അതിനു വേണ്ടി ലാസ്റ്റ് സെന്റൻസ് വായിച്ചു. വാട്ട് ഇസ് പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് മാനുഫാക്ചർഡ് ബൈ മെഷീൻ ബി. മെഷീൻ ബി ഉണ്ടാക്കാനുള്ള ചാൻസ് എത്രയാണ്? അപ്പോൾ ആലോചിച്ച് എത്ര മെഷീൻസ് ഉണ്ട്? മെഷീൻ എ ഉണ്ട്, മെഷീൻ ബി ഉണ്ട്, മെഷീൻ സി. 3 മെഷീൻസ് ഉണ്ട്. അപ്പോൾ മനസ്സിലായി E1 എന്ന് പറഞ്ഞാൽ മെഷീൻ എ ആണ്. മെഷീൻ എ. E2 അത് മെഷീൻ ബി ആണ്. E3 E3 ഉണ്ടടാ, കാരണം 3 മെഷീൻസ് ഉണ്ടല്ലോ. E3 ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മെഷീൻ സി. മെഷീൻ എ കിട്ടി, മെഷീൻ ബി കിട്ടി, മെഷീൻ സി കിട്ടി. എല്ലാ മെഷീൻസും കിട്ടിക്കഴിഞ്ഞു. എന്താ കണ്ടുപിടിക്കേണ്ടത്? പി ഓഫ്. കണ്ടുപിടിക്കേണ്ടത് ഗിവൺ ദാറ്റ് ഡിഫക്റ്റീവ് ബോൾട്ടാണ്. അങ്ങനെയാണെങ്കിൽ അത് മെഷീൻ ബി എന്നുള്ള പ്രോബിലിറ്റി. മെഷീൻ ബി നമുക്കറിയാം E2 ആണ്. സോ E2 ഗിവൺ ഇ എന്ന് പറയുന്നു. ഞാനൊരു ബോൾട്ട് എടുത്തു, ആ കാണുന്ന ബോൾട്ട് ഡിഫക്റ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ അവൻ മെഷീൻ ബിയിൽ നിന്ന് ആകുവാനുള്ള ചാൻസ് എത്രയേ? ഇതാണ് മക്കളെ ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരെ എൻ്റെ ഉൾട്ടി അടിക്കുന്നു. പി ഓഫ് E2 ഗിവൺ ഇ ഇറ്റ് ഇസ് സെയിം ആസ് പി ഓഫ് ഇ ഗിവൺ E2 ഇൻറ്റു പി ഓഫ് E2 ഡിവൈഡഡ് ബൈ താഴെ എന്താ? താഴെ എല്ലാവരും വേണം. ആരൊക്കെയാ? ആദ്യം പി ഓഫ് ഇ ഗിവൺ E1 ഇൻറ്റു പി ഓഫ് E1 ഒന്നാമത്തെ ലൈൻ പ്ലസ് പി ഓഫ് ഇ ഗിവൺ E2 ഇൻറ്റു പി ഓഫ് E2 പ്ലസ് അവസാനമായിട്ട് നമുക്കുള്ള പി ഓഫ് ഇ ഗിവൺ E3 ഇൻറ്റു പി ഓഫ് E3. അങ്ങനെ നമ്മളിതാ എല്ലാവരെയും അതിഗംഭീരമായിട്ട് എഴുതി. E1 E2 മാത്രമല്ല ഇവിടെ E3 ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെന്ത് ഈ പറയുന്ന പി ഓഫ് ഇ ഗിവൺ E3 ഇൻറ്റു പി ഓഫ് E3 കൂടി ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓരോരുത്തരെയും കണ്ടുപിടിക്കണം. ആദ്യമായിട്ട് നോക്കുന്നു പി ഓഫ് E1, പി ഓഫ് E2, പി ഓഫ് E3. എന്താണ് മക്കളെ പി ഓഫ് E1? പി ഓഫ് E1 മീൻസ് probability of drawing a bolt from machine A. മെഷീൻ എയിൽ നിന്ന്
ഞാൻ ബോൾട്ട് എടുക്കാനുള്ള ചാൻസ് എത്രയാണ് മക്കളെ? മൊത്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീൻ ബോൾട്ടിനകത്ത് 40% മെഷീനെ നിങ്ങളുടെ ശതമാനം ഉണ്ടല്ലോ 40%, സോറി 25%. ഈ പറയുന്ന 25% കണ്ടാൽ ബൈ 100 എഴുതുക. ബൈ 100 ഒന്നും ആലോചിക്കണം, ബൈ 100. ഏത് ക്വസ്റ്റ്യനിലും എങ്ങനെ നിങ്ങൾ ശതമാനം കണ്ടു കഴിഞ്ഞാൽ ബൈ 100 എഴുതുക. അവിടെ എന്താ 25%, നേരെ എന്ത് എഴുതുക 25/100. അതാണ് മക്കളെ മെഷീൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 100 എണ്ണത്തിൽ 25 എന്താ മെഷീൻ എയാ, മൊത്തം 100 ബോൾട്ട് ഉണ്ടെന്ന് വയ്ക്കാം. അതിനെന്താ 25 മെഷീൻ എ ആൻഡ് 35 മെഷീൻ ബിയും 45 മെഷീൻ സിയുമാണ്. ശരിക്കുള്ള കോൺസെപ്റ്റ് ഞാൻ ഒരുപാട് സമയത്ത് പറയുന്നില്ല, നമുക്ക് എന്താണ് എക്സാം പോയിന്റിൽ ആവശ്യമില്ല, വേണം പറയാം. ഓക്കെ, 100 ബോൾട്ട് ഉണ്ട്. 100 ബോൾട്ടിൽ 25 മെഷീൻ എയും 35 മെഷീൻ ബിയും 40 മെഷീൻ സിയുമാണെങ്കിൽ നമ്പർ ഓഫ് ഫേവറബിൾ എത്രയാ? മെഷീൻ എ ആകുമ്പോൾ 25 ഡിവൈഡ് മൊത്തം ബോൾട്ട് ഉണ്ട് 100 ബോൾട്ട്, അങ്ങനെയാണ് 25/100 നിൽക്കുന്നത് കേട്ടോ. ആൻഡ് സിമിലർലി 35% അതാണ് മെഷീൻ ബി, പി ഓഫ് E2 35/100 ആൻഡ് പി ഓഫ് E3 നമുക്കറിയാം മക്കളെ 40% ആണ് 40/100. എനിക്കറിയാം നിങ്ങളുടെ കൈ തെരിക്കും ഈ സമയം, വേറൊന്നുണ്ടല്ല വെട്ടിക്കളയണ്ട, വേറൊന്നുമല്ലടാ വെട്ടിക്കളയാൻ വേണ്ടി, വെട്ടിക്കളയണ്ട, ചെറുതാക്കണ്ട കേട്ടോ. ഒരാളും ബേസ് ചേർത്തിൽ ഒന്നുപോലും വെട്ടി ചെറുതാക്കണ്ട, ഇപ്പോഴല്ല ലാസ്റ്റ് വെട്ടാം, സമയം കിട്ടും. മുന്നോട്ട് പോകുന്നു. പി ഓഫ് എന്താ വേണ്ടേ? E given E2 വേണം, E given E1 വേണം, E given E3 വേണം. E given E1, P of E given E2, P of E given E3. ഞാനിതാ 3 പേരെയും നല്ല രീതിക്ക് എഴുതി വയ്ക്കാൻ പോവാം, പച്ചക്ക് എഴുതാൻ പോവാം. പ്രോബിലിറ്റി ഓഫ് എന്താണ് മക്കളെ? ഇ എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് ബോൾട്ട്. given that എന്താ E1 മെഷീൻ 1 അല്ലെങ്കിൽ മെഷീൻ എ, അതായത് കുറേ ബോൾട്ട് ഉണ്ട് കേട്ടോ. ഒരു 100 ബോൾട്ട് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ഗിവൺ മെഷീൻ ഏതാ? മെഷീൻ എ. മെഷീൻ എ. ഞാനൊരു ബോൾട്ട് എടുത്തു, ആ കാണുന്ന ബോൾട്ട് എന്താ മക്കളെ? സോറി, മെഷീൻ എ ഉണ്ട്. ഈ പറയുന്ന മെഷീൻ എയിലെ എല്ലാ ബോൾട്ടും നിരത്തി വെച്ചു. ഞാൻ കണ്ണടച്ചൊരു ബോൾട്ട് എടുക്കുന്നു, ആ കാണുന്ന ബോൾട്ട് ഡിഫക്റ്റീവ് ബോൾട്ട് ആകാനുള്ള ചാൻസ് എത്രയാണ് നോക്കിയാൽ? മെഷീൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ബോൾട്ടും നിരത്തി വെച്ചു, അത് ഞാൻ എന്താണ് ഒരു ബോൾട്ട് എടുത്തു, ആ കാണുന്ന ബോൾട്ട് ഡിഫക്റ്റീവ് ആവാനുള്ള ചാൻസ് എത്ര? ക്വസ്റ്റ്യൻ. ബേസിക്കലി 100 ബോൾട്ട് വെച്ചു, 100 എണ്ണത്തിലെ എത്ര എണ്ണമാ മക്കളെ മെഷീൻ എ ഡിഫക്റ്റീവ് ആവുന്നത്? ശതമാനമുണ്ട്. മെഷീൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നമുക്കറിയാം 5% ഡിഫക്റ്റീവാണ്. അതായത് 100 ബോൾട്ട് ഉണ്ടെങ്കിൽ അതിലെ 5 എണ്ണം മെഷീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയാം, അത് ഡിഫക്റ്റീവാണ്. 100 എണ്ണത്തിലെ 5 എണ്ണം ഡിഫക്റ്റീവാണ്. മെഷീൻ ബിയോ 100 എണ്ണത്തിലെ 4 എണ്ണം ഡിഫക്റ്റീവാണ്. ആൻഡ് മെഷീൻ സിയോ 100 എണ്ണത്തിലെ 2 എണ്ണം ഡിഫക്റ്റീവാണ്. ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ നേരെ തന്നെ ഇവിടെ ശതമാനമാണല്ലോ, ശതമാനത്തിനെ ബൈ 100 ആക്കുക. ഡിഫക്റ്റീവ് ബോൾട്ട് ശതമാനമാണ് ഈ കിടക്കുന്നത്, അതിനെ ബൈ 100 ആക്കി എഴുതുക. സോ 5% 5/100. സിമിലർലി നിങ്ങൾക്ക് മനസ്സിലായി എന്താണ്? ഇതേപോലെ എഴുതുക. ഡിഫക്റ്റീവ് ബോൾട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ ബി നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് നമുക്ക് കിട്ടി മക്കളെ, അത് 3% അല്ലേ, 4%, 4/100. ആൻഡ് മെഷീൻ സി ആകുമ്പോഴോ അത് നമുക്കറിയാം 2% ആണ്. സോ 2/100. എല്ലാവരെയും കിട്ടി. എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ പി ഓഫ് ഇ ഗിവൺ E2 അറിയാം, അത് 4/100 ഇൻറ്റു പി ഓഫ് E2 നമുക്കറിയാം 35/100 whole divided by P of E given E1, it is same as 5/100 into P of E1. P of E1 നമുക്കറിയാം മക്കളെ, അത് 25/100 പ്ലസ് P of E given E2 4/100. നമ്മൾ മേലെ എഴുതിയിട്ടുണ്ട് കേട്ടോ, 4/100 into 35/100 plus P of E given E3 2/100 into ബാക്കി എന്തുണ്ട്? P of E3 ഉണ്ട്. P of E3 നമുക്കറിയാം, അത് 40/100. എന്തുകൊണ്ട് വെട്ടിച്ചെറുതാക്കണ്ട എന്ന് പറഞ്ഞ് മനസ്സിലായോ മക്കളെ? എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്ററിൽ 100 × 100, എല്ലാത്തിൻ്റെയും
ഇങ്ങനെ ഒട്ടിക്കളയാൻ പറ്റുമോ? പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ മൊത്തമായിട്ട് കൂട്ടുക, അവസാനം എന്താ ഡിവൈഡ് ചെയ്യുക, അതായാലും മതി. രണ്ടും ഓക്കെയാണ് കേട്ടോ. സോ 4 × 35 അതാണ് മേലെ വരുന്നത്. നമുക്കറിയാം 4 × 35. അല്ലെങ്കിൽ ഇനിയും ഒന്നും വിട്ടിച്ചതൊക്കെ നമുക്കൊന്നാണ് മക്കളെ. ഇവിടെ 5 കോമണാണ്. എല്ലാത്തിനും എന്താണ് 5 കോമൺ ആയിട്ട് പോവും. എല്ലാ ടേംസിനും എന്താ 5 പോവും. ഞാൻ 5 കൊണ്ട് എല്ലാത്തിനെയും വെട്ടിച്ചെറുതാക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഈ കാണുന്ന കാൽക്കുലേഷനിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സാധാരണ രീതിയിൽ ഗുണിച്ചും ഹരിച്ചും എഴുതി വെക്കുക. അത് മാത്രമാണ് ആവശ്യം കേട്ടോ, അത് മാത്രം ആവശ്യം. ഇത് സാധാരണ ബേസിക് ആയിട്ട് എടുക്കുന്ന കാൽക്കുലേഷൻ ആണ് കേട്ടോ. സോ 4 × 5 35 7 വട്ടം പോവും. സോ 4 × 7 ഡിവൈഡഡ് ബൈ 5 × 5 ഇവിടെ 5 പോയി, ബാക്കി കൊടുത്തുണ്ട് 25 പ്ലസ് 4 × 35 35 5 7 വട്ടം പോകുന്നറിയാം. സോ 4 × 7 പ്ലസ് 40 5 8 വട്ടം പോകുന്നറിയാം. സോ 2 × 8. ഇപ്പം എന്ത് കിട്ടും? 4 × 7 28 ഡിവൈഡഡ് ബൈ 25 പ്ലസ് 28 പ്ലസ് 16 കിട്ടിയ? സോ ദി ആൻസർ ഇസ് 28 ഡിവൈഡഡ് ബൈ 20 40 50 56 64 69 28/69. അതാണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരമായിട്ട്. നിങ്ങൾ എല്ലാവരും തന്നെ വെരിഫൈ ചെയ്യട്ടെ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യണം. ഇത്ര മാത്രമാണ് വരുന്നത്. സോ ഈ ചോദ്യം വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നേരെ പോകുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, എ കാർഡ് ഫ്രം എ പാക്ക് ഓഫ് 52 കാർഡ് ഇസ് ലോസ്റ്റ്. ഓക്കെ, മക്കളൊരു ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ഉണ്ടോ? ഈ കാണുന്ന ബേസ് വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത്. വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ. ശ്രദ്ധിക്കാം. എ കാർഡ് ഫ്രം എ പാക്ക് ഓഫ് 52 ഈസ് ലോസ്റ്റ്. മൊത്തം നമുക്കറിയാം 52 കാർഡ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ കാർഡ്സിനെ പറ്റി കൂടുതൽ വിഷയം പറയേണ്ട കാര്യമുണ്ടോ? എന്നെങ്കിൽ തന്നെ എന്താ ഒന്നും അറിയാത്തവരൊന്ന് ഓടിച്ച് കേട്ടോ, ഓടിച്ചേക്കാം ഒരു 2 minutes കേട്ടോ. മൊത്തം 52 കാർഡ്സ് ഉണ്ട്. 52. ഈ പറയുന്ന 52-ലെ നമുക്ക് 26 റെഡ് കാർഡ്സ് ഉണ്ട് ആൻഡ് 26 ബ്ലാക്ക് കാർഡ്സ് ഉണ്ട്. റെഡും ബ്ലാക്കും കേട്ടോ. ഈ പറയുന്ന റെഡ് കാർഡ്സ് നമ്മൾ വീണ്ടും രണ്ടാക്കി തിരിക്കുന്നു. 13 13 13 ഹാർട്ട്സ് ഉണ്ട്, ഹാർട്ട് ആൻഡ് 13 ഡയമണ്ട്സ് ഉണ്ട്. ഓക്കെ, 26 ബ്ലാക്ക് ഉണ്ട്. നമ്മൾ അതിനെയും രണ്ടാക്കി തിരിക്കുന്നു. 13 13 13 സ്പേഡ്സും ആൻഡ് 13 ക്ലിപ്സും. ഇങ്ങനെയാണ് നമുക്ക് നമ്മൾ ടോട്ടൽ 52-നെ 4 തിരിക്കാം. ഈ പറയുന്ന ഓരോ സ്യൂട്ടിലും നമുക്ക് എന്താണ് 13 സ്യൂട്ട്, ടോട്ടൽ 52 കാണും. ഈ 13-ൽ മൊത്തമായിട്ട് വരുന്നത് ശ്രദ്ധിക്കുക, എയ്സ് 2 3 4 5 6 7 8 9 10 കിങ് ക്യൂൻ ജാക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ നമുക്ക് 13 വരുന്നത്. ഇതല്ല ഫേസ് കാർഡ് എന്ന് പറയുന്നത് കിങ് ക്യൂൻ ജാക്ക് ആണെന്ന് ഫേസ് കാർഡ്. ഇത്ര മാത്രമാണ് ഐഡിയ വരുന്നത്. 1 ഇല്ല കേട്ടോ. എയ്സ് ആണ് 1 പകരം. എയ്സ് 2 3 4 5 6 7 8 9 10 കിങ് ക്യൂൻ ജാക്ക്. അങ്ങനെ എല്ലാത്തിലും 13 വെച്ച് മൊത്തം 52 അവസാനിച്ചു. ഇതാണൊരു കാർഡ്സിനെ പറ്റി ചെറിയ ഐഡിയ. മൂവിങ് ഓൺ. മൊത്തം 52 കാർഡ്സ് ഉണ്ട്. അതിൽ ഒരെണ്ണം പോയി, ലോസ്റ്റ് ആയി. ഫ്രം ദി റിമൈനിങ് കാർഡ്സ് മക്കളെ, ഫ്രം കേട്ടോ, ഫ്രം ദി റിമൈനിങ് കാർഡ്സ് ഓഫ് പാക്ക് 2 കാർഡ്സ് ആട്ടോ. ഈ കാണുന്ന ബാക്കിയുള്ള ഞാൻ 2 കാർഡ് എടുത്തു, 2 കാർഡ് ആൻഡ് ആർ ഫൗണ്ട് ടു ബി ഡയമണ്ട്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ 2 കാർഡ് എടുത്തു. ആ പറയുന്ന 2 കാർഡും ഡയമണ്ടാ. ഫൈൻഡ് പ്രോബിലിറ്റി ഓഫ് ലോസ് കാർഡ് ബീങ് ഡയമണ്ട്. അങ്ങനെയാണെങ്കിൽ നഷ്ടപ്പെട്ട കാർഡ് ഡയമണ്ട് ആകാനുള്ള ചാൻസ് ഉണ്ട്. എന്താ പറഞ്ഞേ? 52 കാർഡ് 2 എണ്ണം പോയി. കണ്ണടച്ച് 2 എണ്ണം എടുത്തു. നോക്കുമ്പോൾ 2ഉം ഡയമണ്ട്. അങ്ങനെയാണെങ്കിൽ നഷ്ടപ്പെട്ട കാർഡ് 2 എണ്ണം, അത് ഡയമണ്ട് ആകാനുള്ള ചാൻസ് എത്ര? 2 അല്ല, നഷ്ടപ്പെട്ട 1 കാർഡോ. എ കാർഡ് ഇസ് ലോസ്റ്റ് വിച്ച് മീൻസ് 1 കാർഡ് നഷ്ടപ്പെട്ടു. എന്നുകൊണ്ട് പറയാം, ഡെക്കിനകത്ത് 52 കാർഡ്സ് ഉണ്ട്, ഒരെണ്ണം പോയി, ബാക്കിയുള്ളത് 51 കേട്ടോ. ഈ പറയുന്ന 51-ൽ നിന്ന് ഞാൻ 2 കാർഡ് എടുത്തു. 2 കാർഡ് നോക്കുമ്പോൾ ഡയമണ്ട്. അങ്ങനെയാണെങ്കിൽ നഷ്ടപ്പെട്ട കാർഡ്, പോയ കാർഡ് ഡയമണ്ട് ആകാനുള്ള ചാൻസ് എത്ര? ഇതാണ് ചോദ്യം. കിട്ടില്ലോ. സെക്കൻഡ് ലാസ്റ്റ് സെന്റൻസ്. 2 cards are drawn and
ഇസ് ഫൗണ്ട് ടു ബി ഡയമണ്ട്. എടുത്ത 2 കാർഡും എന്താ ഡയമണ്ട് ആയിരിക്കും. അതാണ് മക്കളെ നമ്മുടെ ഇ. സോ ഈ എന്താ 2 cards ആർ ഡയമണ്ട്സ്, അല്ലെങ്കിൽ ഡ്രോൺ കാർഡ്സ് ആർ ഡയമണ്ട്സ്, അങ്ങനെയാലും മതി. E1 E2 നോക്കുന്നു. ലോസ്റ്റ് കാർഡ് ഡയമണ്ട്. ലാസ്റ്റ് സെന്റൻസ് വായിച്ചു, ലോസ്റ്റ് കാർഡ് ഡയമണ്ട് ആവുക. മനസ്സിലായല്ലോ? അപ്പോൾ E1 എന്താ? അതിനെ എഴുതി വയ്ക്കുക, ലോസ്റ്റ് കാർഡ് ഡയമണ്ട്. ഒന്ന് ഡയമണ്ട് ആകാം, അല്ലെങ്കിലോ ലോസ്റ്റ് കാർഡ് നോൺ ഡയമണ്ട് ആയിരിക്കും. ബീയിങ് നോൺ ഡയമണ്ട്. അപ്പോൾ 2 കേസുകളുള്ളത്, ഒന്നെങ്കിൽ ലോസ്റ്റ് കാർഡ് ഡയമണ്ട് ആകാം, അല്ലെങ്കിൽ ലോസ്റ്റ് കാർഡോ ഡയമണ്ട് ആകാതിരിക്കാം. അതാണ് നമ്മൾ E1 E2 എല്ലാം നോട്ട് ചെയ്യണം കേട്ടോ. ചോദ്യം എന്താ? പ്രോബിലിറ്റി ഓഫ് നോക്കാം. കണ്ടുപിടിക്കേണ്ടത് ലോസ്റ്റ് കാർഡ് ബീയിങ് ഡയമണ്ട്, അതായത് പ്രോബിലിറ്റി ഓഫ് E1 ആണ് ആവശ്യം. ഗിവൺ ദാറ്റ് ഡ്രോൺഡ് കാർഡ് ഈസ് ഡയമണ്ട്. ഞാൻ 2 കാർഡ് എടുത്തു, ആ പറയുന്ന 2 കാർഡും ഡയമണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ നഷ്ടപ്പെട്ട കാർഡ് ഡയമണ്ട് ആകാനുള്ള ചാൻസ് എത്ര എന്നാണ് ചോദ്യം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പി ഓഫ് E1 ഗിവൺ E. നേരെ ഫോമുല എഴുതാം. പി ഓഫ് E ഗിവൺ E1 ഇൻറ്റു പി ഓഫ് E1 ഡിവൈഡഡ് ബൈ P of E given E1 into P of E1 plus P of E given E2 into P of E2. കഴിഞ്ഞു. P of E given E1 ഉം P of E given E2 ഉം P of E1 ഉം P of E2 എല്ലാം ആവശ്യമുണ്ട്. ഞാൻ നോക്കുന്നു P of E1 ഉം P of E2. എന്താണ് നോക്കുക? P of E1. ഒരു കാർഡ് നഷ്ടപ്പെട്ടു, ആ പറയുന്ന നഷ്ടപ്പെട്ട കാർഡ് ഡയമണ്ട് ആവാനുള്ള ചാൻസ് അറിയാം. മൊത്തം എത്ര കാർഡ് ഉണ്ട്? മൊത്തം 52 കാർഡ്സ് ഉണ്ട്. ഈ പറയുന്ന 52-ലെ ഡയമണ്ട് എത്ര ഉണ്ട്? 13 പേരുണ്ട്. 13/52 ഇറ്റ് സെയിം ആസ് 1/4. സോ 1/4 ചാൻസ് നമുക്ക് എന്തുണ്ട്? ഡയമണ്ട് നഷ്ടപ്പെടാൻ വേണ്ടി. ആൻഡ് ഡയമണ്ട് അല്ലാത്ത കാർഡ് നഷ്ടപ്പെടാത്ത ചാൻസ് ഉണ്ടാവും മക്കളെ. ഡയമണ്ട് അല്ലാത്ത കാർഡ് എത്ര ഉണ്ട്? 39 ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയാണ്? 52. 39/52 അങ്ങനെ ചെയ്യാം. അല്ലെങ്കിലോ 1 - 1/4 രണ്ടും ഒക്കെയാണ് കേട്ടോ. സോ 39 മൊത്തം ഡയമണ്ട് അല്ലാത്ത 39 പേരുണ്ട്. ഡിവൈഡ് ബൈ 52 ദി ആൻസർ ഇസ് 3/4. സോ ഡയമണ്ട് നഷ്ടപ്പെടാനുള്ള ചാൻസ് 1/4 ആണ്. ആൻഡ് ഡയമണ്ട് അല്ലാത്ത കാർഡ് നഷ്ടപ്പെടാനുള്ള ചാൻസ് മക്കളെ അത് 3/4 ആണ്. അവസാനിച്ചു. ഇനി പി ഓഫ് E ഗിവൺ E1 ഉം പി ഓഫ് E ഗിവൺ E2 ആവശ്യമുണ്ട് കേട്ടോ. നമ്മൾ അതിലേക്ക് കൂടി പോകുന്നു. P of E given E1 and P of E given E2. ഇത് നമ്മൾ കട്ട് ചെയ്യാം. P of E given E1 and P of E given E2. നമുക്ക് എഴുതാം. P of E given E1 means probability of E. E means നമുക്കളെ drawn cards are diamond. ഡ്രോ ചെയ്ത 2 കാർഡും ഡയമണ്ട് ആയിരിക്കാം. കാർഡ്സ് ആർ ഡയമണ്ട്. ഗിവൺ ദാറ്റ് കാർഡ്സ് ആർ ഇട്ടത് 6 മറ്റേതാ 6 കാർഡ്സ് ആർ ഡയമണ്ട്. ഗിവൺ ദാറ്റ് E1 എന്താ? E1 എന്ന് പറയുന്നത് മക്കളെ ലോസ്റ്റ് കാർഡ് ഡയമണ്ട്. എന്താ പറയുന്നത്? ഗിവൺ ദാറ്റ്. എന്താ ഗിവൺ മനസ്സിലായി മക്കളെ? ലോസ്റ്റ് കാർഡ് ഡയമണ്ട്. 52 കാർഡ്സ് ഉണ്ട്. 52-ലെ 1 നഷ്ടപ്പെട്ടു പോയി. ബാക്കി എത്ര ഉണ്ട്? ബാക്കി 51 കാർഡ്സ് ഉണ്ട്. നോക്കിയാൽ 52 ഉണ്ടായിരുന്നു, അതിൽ 1 പോയി. ബാക്കി എത്രയുണ്ട്? ബാക്കി 51 കാർഡ്സ് ഉണ്ട്. ആൻഡ് ഈ പോയ കാർഡ് കൃത്യമായിട്ട് നമുക്കറിയാം അതാരാ? അത് ഡയമണ്ട് ആണ്. ലോസ്റ്റ് കാർഡ് ഇസ് ഡയമണ്ട്. നഷ്ടപ്പെട്ട കാർഡ് ഡയമണ്ട് ആണ്. ലോസ്റ്റ് കാർഡ് ഇസ് ഡയമണ്ട്. അപ്പോൾ ബാക്കി 51 കാർഡ്സ് ഉണ്ട്. ഈ പറയുന്ന 51-ലെ ഞാൻ 2 കാർഡ് എടുക്കുന്നു. 2 കാർഡ് മക്കളെ, ഈ 2 കാർഡും ഡയമണ്ട് ആകാനുള്ള ചാൻസ് എത്ര? ഇതാണ് ചോദ്യം. ശരിയാ? ഈ കാണുന്ന 2 കാർഡും ഡയമണ്ട് ആകാനുള്ള ചാൻസ് എത്ര? നോക്കുമ്പോൾ നഷ്ടപ്പെട്ട കാർഡ് ഡയമണ്ട് ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ബാക്കിന് എത്ര ഡയമണ്ട് കാർഡ്സ് ഉണ്ടാവും?
ബാക്കി നമുക്കറിയാം മൊത്തം 13 ഡയമണ്ട് ഉണ്ട്. ഈ 13-ൽ 1 പോയാൽ ബാക്കി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി 12 ഡയമണ്ട് കാർഡ്സ് ഉണ്ട്. 12. ഈ പറയുന്ന 12 ഡയമണ്ട് കാർഡ്സ് ഞാൻ 2 കാർഡ് എടുക്കുന്നു ഇൻ 12 C2 ways. 12 C2 ways ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. നമുക്കറിയാം മൊത്തമായിട്ടുള്ള 51 കാർഡാണ്. ഈ പറയുന്ന 51-ലെ 2 എടുക്കുന്നത് 51 C2. കഴിഞ്ഞു. ഇനി P of E യൂണിറ്റ് പ്രോബിലിറ്റി ഓഫ് cards are diamond. Given that the lost card is not a diamond. നോട്ട് ഞാൻ ഡയാന്ന് എഴുതിയിട്ടുണ്ടോ? ഡയാട്ടാ, നിങ്ങൾ ഡയമണ്ട് എഴുതിക്കോട്ടോ, ഞാൻ ഡയാന്ന് എഴുതിയിട്ടുണ്ടേ. അതായത് മൊത്തം 52 കാർഡുണ്ട്. 52-ൽ 1 പോയി, ബാക്കി 51. വി ആർ ഹാപ്പി. പക്ഷേ കാര്യമുണ്ട്, നഷ്ടപ്പെട്ട കാർഡ് ഡയമണ്ട് അല്ല. അതായത് 13 ഡയമണ്ട്സ് നമുക്ക് ഇവിടെ ഉണ്ട്, ആരും പോയിട്ടില്ല. 13 ഡയമണ്ട്സ്. ഈ പറയുന്ന 13-ലാണ് മക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒരാളെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ പറയുന്ന 13-ലാണ് നമ്മൾ ഒരാളെ ചൂസ് 2 പേരെ ചൂസ് ചെയ്യുന്നത്. 13 2 പേര് ഇൻ 13 C2 ways ഡിവൈഡഡ് ബൈ ടോട്ടൽ. മൊത്തം നമുക്കറിയാം 51 പേരുണ്ട്. 51 2 51 C2. ഇതാണ് മക്കളെ നമുക്ക് വരുന്ന സംഭവങ്ങൾ. എല്ലാവരും എഴുതി വെച്ചു. നമ്മൾ നേരത്തെ ഇത് എല്ലാവരെയും ഈ കാണുന്ന ഫോമുലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. P of E given E1 നമുക്കറിയാം, അത് 12 C2 ഡിവൈഡഡ് ബൈ 51 C2 ഇൻറ്റു P of E1 ഇറ്റ് ഈസ് സെയിം ആസ് 1/4 ഡിവൈഡഡ് ബൈ സെയിം തന്നെ 12 C2 ഡിവൈഡഡ് ബൈ 51 C2 ഇൻറ്റു 1/4 പ്ലസ് P of E given E2 it is same as 13 C2 divided by 51 C2 into 3/4. മക്കളെ 51 C2 51 C2 51 C2 വെട്ടിപ്പോയി. എല്ലാത്തിലും ബൈ 4 വെട്ടിപ്പോയി. ബാക്കി എന്തുണ്ട്? 12 C2 divided by 12 C2 പ്ലസ് 3 ഇൻറ്റു 13 C2. കഴിഞ്ഞല്ലോ. ആൻഡ് എന്താണ് 12 C2? അത് നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ചു കേട്ടോ. നിങ്ങളുടെ കാൽക്കുലേറ്റർ അടിച്ചു നോക്കുക എന്താണ് 12 C2 എന്ന്. ഞാൻ ചെയ്യാം, അറിയാമായിരിക്കും. 12 × 11 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ 12 C2 ഉണ്ട്. 1 ഇൻറ്റു പ്ലസ് 3 ഇൻറ്റു 13 C2 it is same as 13 into 12 divided by 1 into 2. കൊള്ളാം. എല്ലാത്തിനും ഇതാണ് എന്താണ് 1 into 2 കൊണ്ട് വെട്ടിക്കളഞ്ഞു. അടിപൊളി. 12 into 11 it is same as 11 into 12. നമുക്കറിയാം അത് 133 ആണ്. അല്ലടാ, 132 ആണ്. 132 divided by 132 plus 13 into 12 it is same as 13 into 10 130 143 156 into 3 it is same as 18 15 17 16 16 and 3 368 150 തെറ്റാ 150 150 300 400 കേട്ടോ വരുന്നുണ്ട് ഇവിടെ. 150 150 150 450 450 18 468 അതായത് 132 ഡിവൈഡഡ് ബൈ മക്കളെ ഒരു ചെറിയ എളുപ്പുഴയുണ്ട് കാണിക്കട്ടെ. സോറി, ഒന്നും വരയ്ക്കരുത്. ഒരു ചെറിയ എളുപ്പുഴി. സോറി, എന്താ എല്ലാത്തിലും 12 കോമണാ. ഞാൻ കണ്ടില്ലടാ, എല്ലാ സമാനം വിട്ട് കളഞ്ഞു. ഇപ്പോൾ സിംപ്ലിഫൈയില്ലേ ഇവിടെ എന്താടാ, ഇവിടെ 11 കഴിഞ്ഞ് 11 ഡിവൈഡഡ് ബൈ ഇവിടെ എന്തുണ്ട് 11 പ്ലസ് ഇവിടെ എത്രയാ 13 × 3 39 കിട്ടിയില്ലേ? ആ 11 ബൈ 51 സോറി 50
1150. ഇത്ര മാത്രമാണ് ചോദ്യത്തിന് ആൻസർ വരുന്നത്. വളരെ സുഖമായിട്ട് എല്ലാവർക്കും ഈ കാണുന്ന ആൻസർ ലഭിച്ചു വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരും കയ്യിൽ കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഈ കാണുന്ന ആൻസർ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കും. നമ്മൾ നേരത്തെ മക്കളെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആരാണ് പരിശോധിക്കാം? നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദി സീരീസ്. ഞാൻ നിർബന്ധമായിട്ട് പഠിക്കണമെന്ന് എക്കാലം പറയാനുള്ള ചോദ്യമാണ് ഈ പറയുന്നത്. വളരെ സുഖമായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. കൺഫ്യൂസിംഗ് ആണ്. ബേസ് തരത്തിലെ ചെറിയ ചോദ്യം ഇവനാണ്. ലൈവിൽ എപ്പോഴും പറയും ബേസ് തരത്തിൽ ഒരു ചോദ്യം മാത്രമേ ചെറുതുള്ളൂ, അത് ഇവനാണ്. എ മാൻ ഇസ് നോട്ട് ടു സ്പീക്ക് ട്രൂത്ത് 3 out of 4 times. അതായത് മൊത്തം 4 ചോദ്യം ചോദിച്ചാൽ അതിൽ 3 വട്ടം ആള് സത്യം പറയും, 1 വട്ടം നോളാം കള്ളം. ഹി ത്രോസ് എ ഡൈസ്. കളിട്ടോ എന്താ ആള് ഡൈ എറിഞ്ഞു. ഡൈ എറിഞ്ഞിട്ട് പറഞ്ഞു റിപ്പോർട്ട്സ് ദാറ്റ് ഇറ്റ്സ് 6. ഡൈ എറിഞ്ഞിട്ട് പറഞ്ഞു 6 ആണ് എന്ന് പറഞ്ഞു. 6 ആണ്. അങ്ങനെയാണെങ്കിൽ അത് ശരിക്കും 6 ആകാനുള്ള ചാൻസ് എത്ര? അങ്ങനെ ഇത് ശരിക്കും 6 ആകാനുള്ള ചാൻസ് എത്ര? ആളെന്താ ആള് 4ൽ 4 വട്ടവും സത്യം പറഞ്ഞിരുന്നെങ്കിൽ പറയാമായിരുന്നു, നമുക്കറിയാം. ആൾ സത്യം തന്നെയാണ്, ആൾ സത്യം മാത്രമേ പറയുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, എന്താ ആള് കള്ളനാ, ചിലപ്പോൾ നുണയും പറയാം. ഇതാണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ ഡിഫിക്കൽറ്റി. സെക്കൻഡ് ലാസ്റ്റ് സെൻറ്റൻസ് വായിക്കാം. ഹി ത്രോസ് എ ഡൈ ആൻഡ് റിപ്പോർട്ട് ദാറ്റ് ഇറ്റ്സ് 6. 6 ആണ് റിപ്പോർട്ട് ചെയ്തു. ഈ റിപ്പോർട്ട് ഇറ്റ് ഹാസ് 6 ആൻഡ് ഈവൺ വിറ്റ്. ലാസ്റ്റ് സെൻറ്റൻസ് വായിച്ചു. ഇറ്റ്സ് ആക്ച്വലി 6. ശരിക്കും 6 ആവുക. ഇപ്പം 2 പോസിബിലിറ്റി എന്താ? ഒന്നും ശരിക്കും 6 ആയിരിക്കാം, അല്ലെങ്കിലോ 6 ആവാതിരിക്കുക. 6 കിട്ടുക അല്ലെങ്കിൽ നോട്ട് 6. 2 പോസിബിലിറ്റി ഉള്ള കിട്ടിയില്ല. ചോദ്യം എന്താ? പ്രോബിലിറ്റി ഓഫ് ഇറ്റ്സ് ആക്ച്വലി 6 ആയിരിക്കുക പി ഓഫ് E1 given that he reports as 6. ഓക്കെ, ആൾ റിപ്പോർട്ട് ചെയ്തു അത് 6 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ശരിക്കും അത് 6 ആവാനുള്ള ചാൻസ് എത്ര എന്നാണ് ചോദ്യം. നമ്മൾ നേരെ തിരിച്ചെഴുതി പി ഓഫ് E given E1 ഇൻറ്റു പി ഓഫ് E1 ഡിവൈഡഡ് ബൈ പി ഓഫ് E given E1 ഇൻറ്റു പി ഓഫ് E1 പ്ലസ് പി ഓഫ് E given E2 ഇൻറ്റു പി ഓഫ് E2. നമ്മളിത് എല്ലാം എഴുതി വെച്ചു. പി ഓഫ് E given E1 വേണം, പി ഓഫ് E given E2 വേണം, പി ഓഫ് E1 പി ഓഫ് E2 എല്ലാവരും വേണം. ഞാൻ നേരെ കണ്ടുപിടിക്കുന്നു പി ഓഫ് E1 പി ഓഫ് E2 നോക്കാം. പ്രോബിലിറ്റി ഓഫ് E1 6 ചാൻസ്. ഓക്കെ, E1 എന്താ 6 ആണ്. ആ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 6 ആൻസർ നമുക്കറിയാം. മൊത്തം 6 ഫേസ് ഉണ്ട്. 6 ഫേസിൽ ഒരു ഫേസ് നമുക്ക് എന്താണ് മാത്രമാണ് 6 ഉള്ളൂ. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഫേസസ് 6 ഫേസ് ഉണ്ട് 1/6 അല്ലേ. ആൻഡ് നോട്ട് 6 അല്ലാത്ത നമുക്കറിയാം 5 ഫേസുകളുണ്ട്. 1 2 3 4 5 ഇതെല്ലാം നമുക്ക് എന്താണ് ഡൈസിലെ ബാക്കി 5 ഫേസുകളാണ്. അപ്പോൾ നമ്പർ ഓഫ് 6 അല്ലാത്ത എത്ര പേരുണ്ട്? 5 പേര്. ഡിവൈഡ് ബൈ ടോട്ടൽ 6. അല്ലെങ്കിൽ ചെയ്യാം 1 - 1/6 അങ്ങനെ ചെയ്യാം കേട്ടോ. 5/6 കിട്ടി. ഇനി പ്രോബിലിറ്റി ഓഫ് E given E1 ആൻഡ് പ്രോബിലിറ്റി ഓഫ് E given E2 എല്ലാവരും നോക്കൂ കേട്ടോ. E given E1 എന്താണ് E given E1? പ്രോബിലിറ്റി ഓഫ് നമുക്കറിയാം E എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിപ്പോർട്ട് ആസ് 6. എന്താ ഗിവൺ ദാറ്റ് ഇറ്റ്സ് 6 കിട്ടിക്കഴിഞ്ഞാൽ ആള് പറഞ്ഞു 6 ആണ്. അപ്പോൾ നോക്കിയേ, ഡൈ എറിഞ്ഞു 6 കിട്ടി. ആൾ വിളിച്ചു പറഞ്ഞു ആശാനെ 6 ആണ്ടാ എന്ന് പറഞ്ഞു. എന്താണ് പ്രോബിലിറ്റി? ഇവിടെയാണ് ട്വിസ്റ്റ്. 6 കിട്ടി, ആള് പറഞ്ഞു വിളിച്ചു പറഞ്ഞു ആശാനെ 6 ആണെന്ന് പറഞ്ഞു. അതായത് കിട്ടിയതും ആള് പറഞ്ഞതും 6 സത്യം പറഞ്ഞു. ഒന്നുകൂടി പറഞ്ഞു, ഡൈ എറിഞ്ഞു, ഇവിടെ 6 കിട്ടി, വിളിച്ചു പറഞ്ഞു ആശാനെ 6 കിട്ടിയിട്ടാന്ന് വിളിച്ചു പറഞ്ഞു. കിട്ടിയതും 6 ആണ്, അവിടെ പറഞ്ഞതും 6 ആണ്, സത്യം പറഞ്ഞു. ആള് എത്ര വട്ടം സത്യം പറയും? മൊത്തം 4 വട്ടത്തിൽ ആള് 3 വട്ടം സത്യം പറയും മക്കളെ. അതാണ് ഇവിടുത്തെ ഡിഫിക്കൽറ്റി 3/4. മൊത്തം 4-ലെ 3 വട്ടം പറയും 3/4. കിട്ടിയ? ആൻഡ് പി ഓഫ് E given E2 പ്രോബിലിറ്റി ഓഫ് റിപ്പോർട്ട് ആസ് 6.
ഗിവൺ ദാട്ടോ നോട്ട് 6 അല്ല. പക്ഷെ ആൾ പറഞ്ഞു 6 ആണെന്ന്. എന്താ സംഭവം? ഡൈ എറിഞ്ഞു, നോക്കുമ്പോൾ 2 വീണ്, വിളിച്ചു പറഞ്ഞു മകവ മാറ്റില്ലാട്ടാ, ആശാനെ 6 ആണ്ടാ എന്ന് വിളിച്ചു പറഞ്ഞു. ഓക്കെ, അതായത് എന്താ, ആള് നോണ പറയാ. മൊത്തം 4-ൽ 3 വട്ടം സത്യവും 1 വട്ടമാണ് നോണ പറയുന്നത്. സോ നമ്പർ ഓഫ് ഫേവറബിൾ നോണ പറയുന്നത് 1 വട്ടമാണ്. ഡിവൈഡ് ബൈ ടോട്ടൽ 4 വട്ടം, 1/4. എല്ലാം കിട്ടി. ഇത്ര മാത്രമാണ് ചോദ്യം വരുന്നത് കേട്ടാ. വളരെ സുഖമായിട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഓരോന്നിനെയും. പി ഓഫ് ഇ ഗിവൺ ഇ വൺ നമുക്കറിയാം, ഇറ്റ് ഈസ് സെയിം ആസ് 3/4 ഇൻറ്റു പി ഓഫ് ഇ വൺ നമുക്കറിയാം അത് 1/6 ഹോൾ ഡിവൈഡ് ബൈ പി ഓഫ് ഇ ഗിവൺ ഇ വൺ മാറ്റിയില്ലേ 3/4 ഇൻ 1/6 പ്ലസ് പി ഓഫ് ഇ ഗിവൺ ഇ ടു 1/4 ഇൻറ്റു പി ഓഫ് ഇ ടു 5/6. ഓക്കെ, എല്ലാത്തിലും 4 ഇൻറ്റു 6 കോമൺ ഞാൻ വെട്ടിക്കളഞ്ഞു. ബാക്കി എന്തുണ്ട്? ബാക്കി നോക്കുമ്പോൾ മക്കളെ 3 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 1 ഇറ്റ്സ് 3 പ്ലസ് 5 ഇൻറ്റു 1 ഇറ്റ്സ് 5. 3 ഡിവൈഡ് ബൈ 3 പ്ലസ് 5 3 ഡിവൈഡ് ബൈ 8. സോ ഇത്ര മാത്രമാണ് ഈ കാണുന്ന പ്രോബ്ലം ചാപ്റ്ററിലെ ബേസ് തിയറം എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ വരുന്നത്. എല്ലാവരും നിർബന്ധമായിട്ടും ഈ കാണുന്ന വീഡിയോ കാണുക. വളരെ സുഖമായിട്ട് തന്നെ എല്ലാവർക്കും ഈ കാണുന്ന എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായിട്ട് സാധിച്ചു വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാ കമൻസും ഈ കാണുന്ന വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. എല്ലാ കമൻസും എല്ലാവരും പറയുക. ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് പറയുക, ലൈക്ക് ചെയ്യുക, ആരും മറക്കരുത്. സീ യു ഓൾ ഗൈസ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് കാണാം. ബൈ ഓൾ. താങ്ക് യു ഓൾ. സൈനിങ് ഓഫ് അഫ്നാസ് AK ഫ്രം Xylem Learning. ബൈ. താങ്ക് യു ഓൾ. താങ്ക് യു.